ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളുള്ളത് ട്രിവാൻഡ്രത്ത് പുതിയതായി തുടങ്ങിയ മറൈൻ വേൾഡിലാണ് കേട്ടോ. ഇവിടെ 150 രൂപയാണ് കേട്ടോ എൻട്രി ഫീസ്. 5 വയസ്സിന് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രിയാണ്. നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ ആഘോഷിക്കാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ ഇത്. ചെന്ന് കയറുമ്പോൾ തന്നെ ഈ കാണുന്ന ഫിഷസും കുറച്ച് പക്ഷികളെയും നമുക്ക് കാണാൻ കഴിയുന്നു കേട്ടോ. അതിനുശേഷം നേരെ ടാങ്കിൽ കിടക്കുന്ന വലിയ വലിയ മീനുകളെയാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. മീനുകളുടെ ഒരു വിസ്മയ ലോകം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്രയും വെറൈറ്റി ഫിഷസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. കടലിൻ്റെ അടിയിലുള്ള മത്സ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാധാരണ ചത്ത മീനുകളെ നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ജീവനോടുള്ള ഇത്രയും വെറൈറ്റി ഫിഷസൊക്കെ കാണാൻ നേരെ വന്നോളൂ നമ്മുടെ കഴക്കൂട്ടത്ത്. ട്രിവാൻഡ്രത്തുകാർക്ക് എന്തായാലും ഒരു ബെസ്റ്റ് ഒരു വെക്കേഷൻ ആഘോഷിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന ഫിഷസ് ആണ് കേട്ടോ. ഇത് ഒരുപാട് ഇങ്ങനെ കാണാനും ഒരുപാട് വെറൈറ്റി നിറമുള്ളതാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത്. ഇത് ഇങ്ങനെ കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ടണലിനകത്തൂടെ കണ്ടപ്പോഴാണ് കേട്ടോ. ടണലിനകത്ത് കയറിയപ്പോൾ ഒരു വിസ്മയ ലോകം തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ഏതാണ്ട് കടലിൻ്റെ നടുക്കൂടെ നടക്കും പോലെ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടും. അത്രയ്ക്കും അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അടുത്ത ഇവിടുത്തെ വിസ്മയം എന്ന് പറയുന്നത് ഈ സ്കൂബ ഡൈവിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്ന കുട്ടികളുടെ മായാലോകമായിരുന്നു. കാര്യം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തുമ്പികളായാലും വണ്ടായാലും തേനീച്ചയായാലും പിന്നെ നമ്മുടെ ഈ പുൽച്ചാടി അങ്ങനെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ചലിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിരുന്ന് കുട്ടികൾ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചലിക്കുന്ന പൂമ്പാറ്റയായിരുന്നു കേട്ടോ. ഇത് മാത്രമല്ല ഡിനോസറും ചലിക്കുന്ന ആനയും പുലിയും പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിരുന്നത് ദാ ഈ കാണുന്ന വലിയ ആമയായിരുന്നു കേട്ടോ. ഒരു ഭീമൻ ആമയായിരുന്നു കേട്ടോ. ഞാൻ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതൊന്നുമല്ല. ഈ കാണുന്ന ആളായിരുന്നു നമ്മുടെ റോബോട്ടിക് നായ. ഇതായിരുന്നു കേട്ടോ എനിക്ക് കാണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് നല്ലൊരു സാധനം തന്നെയായിരുന്നു കേട്ടോ. പൂച്ചകൾക്ക് പൊതുവെ വെള്ളം പേടിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഈ കാണുന്ന 2 പൂച്ചകൾ എങ്ങനെയാണ് ഈ മീനുകളുടെ ഈ വെള്ളത്തിൽ കിടക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ. വിസ്മയ ലോകത്ത് നിന്ന് പുറത്തിറങ്ങുമ്പോൾ പിന്നെ കാണുന്ന കുറേ സ്റ്റോളുകളാണ് കേട്ടോ. സ്റ്റോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ ആഘോഷങ്ങൾക്കും ഇതേപോലെ ഒരുപാട് സ്റ്റോളുകൾ നമ്മൾ ട്രിവാൻഡ്രത്ത് കാണുമല്ലേ. അതുപോലെ തന്നെ നമ്മുടെ മറൈൻ വേൾഡ് ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് ഒരുപാട് സ്റ്റോൾസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് സാധാരണ വാങ്ങുന്ന അതേ റേറ്റ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. എന്നാൽ ഒരുപാട് വെറൈറ്റി അച്ചാറുകളായാലും ഡ്രസ്സസ് ആയാലും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർക്കിവിടെ ഫുഡ് കോർട്ടും അവൈലബിൾ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് എന്നാണ് പറഞ്ഞത് കേട്ടെ. എന്തായാലും എല്ലാവരും വരിക, എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ബൈ.